ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ആ സമയത്ത് നവോത്ഥാന സമിതി രൂപീകരിക്കുകയും അടുത്ത നവോത്ഥാനത്തിലേക്ക് പോകുന്നു എന്ന രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും ഇവിടെ മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടമായപ്പോഴേക്കും ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ആയപ്പോഴേക്കും ആഗോള അയ്യപ്പ സംഗമത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ യുവതീ പ്രവേശനം എന്നുള്ളത് അത് പഴയ കാര്യമാണ്, അതിനി പറയേണ്ടതില്ല എന്നുള്ള കാര്യം രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന നിലപാട് മാറ്റം ആ ഘട്ടത്തിൽ നിങ്ങളെ പിന്തുണച്ചവരുണ്ട്. അപ്പോൾ ഈ നിലപാട് മാറ്റത്തെ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുക? ഏറ്റവും പ്രധാനം, എല്ലാ വിശ്വാസികളെയും എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ അപായപ്പെടുത്തുന്ന മതതീവ്രവാദത്തിൻ്റെ ആശയങ്ങളെ ചെറുക്കലും തോൽപ്പിക്കലുമാണ്. ആ ആശയത്തിൻ്റെ രാഷ്ട്രീയ മുഖമാണ് BJP, അതിൻ്റെ കുന്തമണിയാണ് RSS. അവരുമായിട്ടാണ് UDF സഖ്യം. ആ സമരത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളെ ദുർബലമാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ആ കുന്തമനയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനെ അംഗീകരിക്കുന്ന, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, ഇവിടെ ന്യൂനപക്ഷ വിരോധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആളുകൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ഇളകാത്ത ബന്ധുക്കളായിരിക്കും. LDFിന് വേണ്ടി ഞാൻ പറയുകയാണ്, LDF ന്യൂനപക്ഷങ്ങളെ കൈവിട്ടിട്ടുമില്ല. എപ്പോഴും LDFിൽ പലപ്പോഴായി CPI ഒരു തിരുത്തൽ ശക്തിയാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കിരീടവും CPIക്ക് വേണ്ട. CPIക്ക് നിലപാടുണ്ട്, ആശയ വ്യക്തതയുണ്ട്. CPIക്ക് അറിയാം ഒരു നിശ്ചിതമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലെ രാഷ്ട്രീയത്തിൻ്റെ കാതൽ CPIക്ക് അറിയാം. അവിടെ LDF വഹിക്കേണ്ട പങ്കറിയാം. ഇടതുപക്ഷ ആശയത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും രാഷ്ട്രീയത്തിൻ്റെ മുഖമായിട്ട് നിൽക്കാൻ ശ്രമിക്കും CPI. ആ ശ്രമത്തിൽ CPIക്ക് ഉറപ്പാണ് RSS BJP ആണ് മുഖ്യ ശത്രു. ഇത് എന്നും CPI പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിന് കിരീടവും പൊന്നാടയും ഒന്നും വേണ്ട. രണ്ടാം പിണറായി സർക്കാരിൽ CPI ഭരിക്കുന്ന വകുപ്പുകൾ പറയുന്ന പല കാര്യങ്ങളും നിരാകരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഇപ്പോൾ 5000 രൂപ കർഷകർക്ക് മാസ പെൻഷൻ എന്നുള്ളൊരു ആവശ്യം CPI മുന്നോട്ട് വെച്ച കാര്യമാണ്. അത് ധനവകുപ്പ് വെട്ടി എന്നുള്ളതാണ്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? LDFിന് ബോധ്യമുണ്ട്. കർഷകരെ LDF സ്വന്തം വർഗ ശക്തിയായി കാണുകയാണ്. തൊഴിലാളികളും കർഷകരുമാണ് ഞങ്ങളുടെ വർഗ അടിത്തറ. ആ കർഷകരാണ് ഇന്ത്യയുടെ ഭാവി. അവരാണ് അന്നം മുട്ടുന്നത്. ആ കർഷകർക്ക് മാന്യമായ ജീവിതം വേണം, കൃഷിക്ക് ന്യായമായ പ്രതിഫലം വേണം, കാർഷിക വൃത്തി ആശ്രയിക്കാവുന്ന ഉപജീവന മാർഗമായി മാറണം. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ CPI പറയുന്നുണ്ട്. അത് LDF നയമാണ്, LDF അംഗീകരിക്കുന്നത്. അവസാനമായി ഇപ്പോൾ അങ്ങ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇൻ്റർവ്യൂവിൽ മുഴുവൻ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും RSSും തമ്മിൽ ബന്ധമുണ്ട് എന്നും ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുവെന്നാണ്. പക്ഷെ നമ്മൾ ദേശീയ തലത്തിൽ കാണുന്നത് മോദിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. മോദി സർക്കാർ പലപ്പോഴായി കേസിൽ കുടുക്കി കോടതികൾ കൂറും കയറി ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദേശീയ തലത്തിലും അതേ അഭിപ്രായമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ മുന്നണിയുടെ അർത്ഥം എന്താണ്? ദേശീയ തലത്തിലുള്ള ഈ BJP രാഷ്ട്രീയത്തെ ചെറുക്കുന്ന കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ നിലപാടെന്താ? ഞാൻ എപ്പോഴും പറയുന്നു, രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും പറയുന്ന രാഷ്ട്രീയം പോലും ഇവിടുത്തെ കോൺഗ്രസിന് അറിയില്ല, മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അധികാരമുഖത്തിന് വേണ്ടി അവരെപ്പോഴും തമ്മിലടിക്കുന്നുണ്ട്. ആ നേതാക്കന്മാർക്കൊന്നും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കർത്തവ്യങ്ങളെപ്പറ്റി ചിന്തിക്കാനാകുന്നില്ല. പക്ഷേ രാഹുലും ഖാർഗെയും ഇപ്പോൾ CJP എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണോ? ഇന്ത്യ സഖ്യത്തിൻ്റെ സൃഷ്ടിയിൽ വലിയ പങ്കുവച്ച പാർട്ടിയാണ് CPI. ഈ ആശയം ആദ്യം പറഞ്ഞ പാർട്ടി CPI ആണ്. ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയാണ്. പക്ഷെ ആ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ആശയ അടിത്തറയെപ്പറ്റി മുഖ്യ പാർട്ടിയായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനൊന്നും അറിയില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കാപട്യങ്ങളാണ് പലപ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെ സമരശേഷിയെ ദുർബലമാക്കിയത്. അതുകൊണ്ടാണ് ഇന്ന് ഹരിയാനയിൽ BJP ഭരിക്കുന്നത്. ആ കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടമാണ് ഡൽഹിയിൽ വീണ്ടും BJP ഭരിപ്പിക്കുന്നത്. വോട്ട് ചോരി വിഷയത്തിൽ നിങ്ങൾ എത്രത്തോളം പിന്തുണച്ചിട്ടുണ്ട്? വോട്ട് ചോരി ഞങ്ങളുടെ ആശയത്തെ പൂർണ്ണമായിട്ടും പിന്താങ്ങുന്നു. വോട്ട് ചോരി ഉണ്ട് ഇവിടെ. വി ഫൈറ്റ് ഇറ്റ്. രാഹുൽ ഗാന്ധി ആ വിഷയം തെളിവുകൾ സഹിതം കൊണ്ടുവന്ന സമയത്ത് എത്രത്തോളം പിന്തുണയുണ്ടായിട്ടുണ്ടെന്നുള്ള നിലപാടുണ്ടല്ലോ. രാഹുൽ നോസ് ഇറ്റ്. ഇവിടെ ഉണ്ടായിട്ടില്ല, CPM-ൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ കോൺഗ്രസിന് ആ രാഷ്ട്രീയമില്ലല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നതിന് എതിരാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഭരിക്കുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നുണ്ട്. ഭരണം പിടിക്കുക എന്ന രൂപത്തിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക. അതെ, അപ്പോൾ ജനങ്ങൾക്ക്
ഇങ്ങനെ ഒരിക്കലല്ല. അല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ പറയുക. ഭരിക്കുക. ഭരണം കയ്യിൽ വരുത്തുക ഞങ്ങൾ 10 എന്നുള്ളതാണ്. കൊല്ലം കാണിച്ചു കൊടുത്തല്ലോ. രണ്ട് തവണ 10 കാണിച്ചു, കൊല്ലം കാണിച്ചു കൊടുത്തു. അതെ, 10 കൊല്ലം കാണിച്ചു. അടുത്ത 5 വർഷവും ഞങ്ങൾക്ക് ഭരണം വേണം. അതായത് പ്രതിപക്ഷ സ്വരമാവുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇടതുപക്ഷം എടുക്കുന്ന സമീപനം, പ്രതിപക്ഷ സ്വരമാവുക എന്ന്. അങ്ങനെ ഒരു പ്രതിപക്ഷ സ്വരമാകാൻ താല്പര്യമില്ല, ഭരണം പിടിക്കുക എന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ടോ ഇടതുപക്ഷം? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഈ 10 കൊല്ലം കൊണ്ട് ഇടതുപക്ഷം നല്ലവണ്ണം ബുദ്ധിമുട്ടി വിയർത്തുണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ തകരാൻ പാടില്ല. ഓരോ തുറയിലും ഉണ്ടാക്കിയ വലിയ പുരോഗതി പുറകോട്ട് പോകാൻ പാടില്ല, മുന്നോട്ട് പോകണം. ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ 3ാമത്തെ ഊഴം ആവശ്യപ്പെടുന്നത്. ശരി, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ 100 സീറ്റ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ എത്ര സീറ്റാണ് ഇടതുപക്ഷത്തിന്റെ വാദം? ഞങ്ങൾക്ക് എന്തായാലും 100 മേൽ കിട്ടും. ശരി, എല്ലാ ആശംസകളും.